മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. അടുത്ത കാലത്ത് ടിപ്പു സുൽത്താനെ കുറിച്ച് വിവരിച്ചപ്പോൾ ഞാൻ വിവരിക്കുകയുണ്ടായി. കേരളത്തിലെ തൃശ്ശൂരിൽ നിന്ന് വടക്കോട്ട് ടിപ്പു സുൽത്താന്റെ പടയോട്ടത്തിൽ നശിപ്പിച്ച ക്ഷേത്രങ്ങൾ, കൊള്ള ചെയ്യപ്പെട്ട ക്ഷേത്രങ്ങൾ, അതിൻ്റെ ഇന്നത്തെ അവസ്ഥ 200 വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണെങ്കിലും ഇന്നും ആ ക്ഷേത്രങ്ങളുടെ ഗതികേട് നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. അതേപോലെ മുഹമ്മദ് ഗസ്നി മുതൽക്ക് 600 വർഷം ഉത്തരഭാരതത്തിലെ ഹൈന്ദവ ക്ഷേത്രങ്ങളെല്ലാം കൊള്ളയടിക്കപ്പെടുകയും നശിപ്പിക്കപ്പെടുകയും ചെയ്തത്. സാഞ്ചിയിലെ സ്തൂപവും ബനാറസിലെ ക്ഷേത്രങ്ങളും കോണാർക്കിലെ സൂര്യനാഥ ക്ഷേത്രവും എല്ലാം, ഏറ്റവും തെക്കേ അറ്റത്ത് കിടക്കുന്ന കാഞ്ചീപുരം ക്ഷേത്രവും മധുര മീനാക്ഷി ക്ഷേത്രവും എല്ലാം ഈ മുസ്ലിങ്ങളുടെ ഇൻവേഷനിൽ ആക്രമിച്ച് തകർക്കപ്പെട്ടത് ഇന്നും കൺമുമ്പിൽ കാണാൻ സാധിച്ചിട്ടും ആരും പ്രതികരിക്കാറില്ല. അതേപോലെ ക്രിസ്ത്യാനികളില് സെന്റ് സേവിയർ ഫ്രാൻസിസ് 450 വർഷങ്ങൾക്ക് മുമ്പ് വന്ന ആ പോർച്ചുഗീസ് പാതിരി, അയാള് മതം മാറാൻ വിസമ്മതിച്ചവരെ നടത്തിയ കൊല, ക്ഷേത്രങ്ങൾ തല്ലിത്തകർത്ത് അതിലെ വിഗ്രഹത്തിൽ മൂത്രമൊഴിപ്പിച്ച ചരിത്രം അയാള് തന്നെ പോപ്പിന് എഴുതിയിട്ടുണ്ട്. അങ്ങനെ നിഷ്ഠൂരമായ ഒരു കർമ്മം ചെയ്തതിനാണ് അയാളെ സെയിന്റായിട്ട് പ്രഖ്യാപിച്ചത്. കേരളത്തിലെമ്പാടും അയാളുടെ പള്ളികൾ വളരുന്നുണ്ട്, ഇപ്പോഴും വളരുന്നുണ്ട്. ക്രിസ്ത്യാനികൾക്ക് നല്ല രീതിയിൽ അറിയാം. ഇത് ഹിന്ദു ക്ഷേത്രങ്ങൾ നശിപ്പിച്ച മുസ്ലിങ്ങളുടെ, ഹിന്ദു ക്ഷേത്രങ്ങൾ നശിപ്പിച്ച ക്രിസ്ത്യാനികളുടെ, അത് മുഴുവനും മതത്തിന്റെ പേരില്ല. പക്ഷേ വേറൊരു ധീരനായ ഹിന്ദു ഹൈന്ദവ ക്ഷേത്രങ്ങൾ മാറ്റിയിട്ടുണ്ട്. അത് മതത്തിനോടുള്ള വൈരമല്ല, അത് ചെയ്തത് RSS കാരനാണ്. സംഘി എന്നിപ്പോ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്ന ആള്, ഇന്ത്യൻ പ്രധാനമന്ത്രി. അദ്ദേഹം നശിപ്പിച്ച ക്ഷേത്രങ്ങള് എന്തിനറിയോ? ഗവൺമെന്റ് ലാൻഡ് കയ്യേറി ക്ഷേത്രങ്ങൾ പടുത്തതിനാണ്. എത്ര കുരിശ് പൊളിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടപ്പോ ഹിന്ദുവായ പിണറായി വിജയന്റെ വാക്കുകള് ഭയങ്കരമായിരുന്നു, വേദനാജനകം. ഗവൺമെന്റ് ലാൻഡ് കയ്യേറിയിട്ടാണ്. ആ കുരിശ് പൊളിച്ചു മാറ്റിയത് RSSന്റെ അജണ്ടയാണെന്ന് മെത്രാന്മാരും ബിഷപ്പുമാരും കർദിനാൾമാരും പറഞ്ഞു. ആദ്യം ആ കുരിശ് മാറ്റുന്നതിൽ സന്തോഷിക്കുന്നത് യേശുക്രിസ്തുവാണെന്ന് പറഞ്ഞ ആൾ തന്നെ പിന്നീട് മാറ്റി പറഞ്ഞു. ഓർമ്മിക്കുക, ഈ വോട്ട് ബാങ്ക് എന്ന ഒരു ഇമാജിനറി ഫിഗറാണ്. ക്രിസ്ത്യാനികൾ ഒരിക്കലും കമ്മ്യൂണിസ്റ്റുകാർ വോട്ട് ചെയ്യില്ല, മുസ്ലിങ്ങൾ ഒരിക്കലും കമ്മ്യൂണിസ്റ്റുകാർ വോട്ട് ചെയ്യില്ല, BJPക്കാർ വോട്ട് ചെയ്യില്ല. അവർക്കറിയാം ആർക്ക് വോട്ട് ചെയ്യണമെന്ന്. അവരുടെ ആൾക്കാർക്ക് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നറിയുന്നവന് വോട്ട് ചെയ്യും. ഒരുപക്ഷെ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് കോട്ടയം ക്രിസ്ത്യൻ മെജോറിറ്റിയുള്ള സ്ഥലത്ത് വോട്ട് ചെയ്യാൻ കാരണം അങ്ങേര് ഒരു ക്രിസ്ത്യാനിക്ക് വേണ്ടി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ക്രിസ്ത്യാനിക്ക് വേണ്ടി ചെയ്യും എന്ന് എഴുതി വാങ്ങിച്ചിട്ട് ഉറപ്പെടുത്തിട്ടാണ്. ഇത്രയും പറയുന്നത് വേറൊരു കാര്യം പറയാനാണ്. നരേന്ദ്രമോദി പൊളിച്ച ക്ഷേത്രങ്ങളെക്കുറിച്ചൊരു ചെറിയ ഇൻഫർമേഷൻ. ഇന്ത്യയിൽ ഒരമ്പലം പൊളിക്കാൻ കഴിയും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അനധികൃതമായി സർക്കാർ ഭൂമി കയ്യേറി പണിത 300ഓളം അമ്പലങ്ങൾ ഒരു മുഖ്യമന്ത്രി ഉത്തരവിട്ട് പൊളിച്ചു കളഞ്ഞിട്ടുണ്ട്. JCB കൊണ്ട് ഒരു അമ്പലം പൊളിച്ചു കളയുന്നതിന് ഞാൻ ദൃക്സാക്ഷിയും ആയിരുന്നു. രാവിലെ ജോലിക്ക് പോകുമ്പോൾ റോഡിന്റെ നടുവിൽ ചിരിച്ചുകൊണ്ട് ഓടക്കുഴലും വായിച്ചു നിന്നിരുന്ന കൃഷ്ണൻ ഉച്ചയ്ക്ക് ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ സ്വയം രക്ഷിക്കാനാകാതെ JCBയുടെ ബലിഷ്ഠ കരങ്ങൾ കീഴടങ്ങുന്ന കാഴ്ച ദാരുണമായിരുന്നു. അല്പം ദൂരെ മാറി ദയനീയമായി കൃഷ്ണനെ നോക്കുന്ന പൂജാരി, പിന്നെ കുറച്ച് നാട്ടുകാര് പടപടയുന്ന സംഭവം തീർത്തു. JCBയും ഉദ്യോഗസ്ഥരും പോയി
അത് ചെയ്തതിൻ്റെ പേരിൽ ഇന്ന് പിണറായി വിജയൻ ശാസിച്ച പോലെ നിയമം നടപ്പിലാക്കിയ ഉദ്യോഗസ്ഥരെ ആ മുഖ്യമന്ത്രി ശാസിച്ചതായി കേട്ടറിവില്ല. വിശ്വ ഹിന്ദു പരിഷത്ത് നേതാവ് അശോക് സിംഗാൾ പാഞ്ഞെത്തിയപ്പോഴേക്കും സംഭവം വെടിപ്പാക്കി വെച്ച ആ മുഖ്യമന്ത്രിയുടെ പേര് നരേന്ദ്രമോദി എന്നായിരുന്നു. സംഭവം നടക്കുന്നത് 2008 ഗുജറാത്ത് തലസ്ഥാനമായ ഗാന്ധി നഗറിൽ. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഏതായാലും ബാബറി മസ്ജിദ് പൊളിച്ചതും അതുപോലെ തന്നെ ഗുജറാത്തിലെ കലാപത്തിന് തലയ്ക്ക് തീയിട്ടതുമെല്ലാം നരഭോജിയായ നരേന്ദ്രമോദിയുടെ തലയിലിട്ടവര് ഈ വരി കൂടി ഒന്ന് കേൾക്കുന്നത് നന്നായിരിക്കുമെന്ന് മാത്രം വിചാരിച്ചിട്ടാണ് അത് ചെയ്തത്. ഞാൻ 2-3 ആഴ്ച മുമ്പ് പറയുകയുണ്ടായി, തിരുവനന്തപുരത്തെ പൊതുവേദികളും പൊതുസ്ഥലങ്ങളും കയ്യേറിയിട്ട് അമ്പലം വെച്ചത് ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ടാണെങ്കിലും തിരുവനന്തപുരം കോർപ്പറേഷൻ അത് പൊളിച്ചു മാറ്റിയപ്പോൾ ഒരു ഹിന്ദു പോലും അതിനെ എതിർത്തില്ല, ഒരു പൂജാരിയും എതിർത്തില്ല. ഇവിടെ കർദിനാളും മെത്രാനും ബിഷപ്പും ആർച്ച് ബിഷപ്പും ഒക്കെ ഗവൺമെന്റ് ഭൂമി കയ്യേറി പ്രത്യാശയുടെ ചിഹ്നമായിട്ടുള്ള കുരിശ് വെച്ചപ്പോ വെച്ചതിനെ ന്യായീകരിക്കുകയും പൊളിച്ചതിനെ എതിർക്കുകയും ചെയ്തവരാ. ആരുടെ മക്കൾ ചത്താലും എൻ്റെ മരുമക്കളുടെ കണ്ണുനീര് കാണണം. ഈ രാഷ്ട്രത്തിൻ്റെ ഒരു ഗതികേടാണ്. ന്യൂനപക്ഷ വോട്ടിന് വേണ്ടി ഹിന്ദുവിനെ ഹിന്ദുവായവരെ അവഹേളിക്കുക, അപകീർത്തിപ്പെടുക്കുക, അതുപോലെ തന്നെ തമസ്കരിക്കുക. നന്മകൾക്കെതിരെ, മഹാഭാരതത്തിനെതിരെ, രാമായണത്തിനെതിരെ, രാമനെതിരെ, സീതയ്ക്കെതിരെ എല്ലാം ആക്രോശിക്കുക. 2 പ്രാകൃതമായ മതത്തിൻ്റെ പ്രാകൃതമായ ഗ്രന്ഥങ്ങൾ, യാതൊരു കുഴപ്പമില്ല. അവിടെ ദിവ്യ സംഗീതവും രോഗശാന്തി ശുശ്രൂഷയും പ്രാർത്ഥനയും, ചെകിടൻ കേൾക്കുന്നു, അന്ധൻ കാണുന്നു, മുടന്തൻ നടക്കുന്നു എന്ന കൃത്രിമമായ ചവിട്ട് നാടകം പോലും എതിർക്കപ്പെടാതെ പോകുന്നത് കമ്മ്യൂണിസ്റ്റ് യുവാക്കളെ, നിങ്ങളുടെ അമ്മയും അച്ഛനും ഭജിച്ചിരുന്ന ഈ ഹിന്ദു ധർമ്മത്തിന് എന്നെങ്കിലും നിങ്ങൾ കരയേണ്ടി വരും. ഈ ധർമ്മത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്നത്, ധർമ്മത്തിൽ തെറ്റുകളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ച് ശ്രീ നരേന്ദ്രമോദി ചെയ്തതുപോലെ ചെയ്യാം. അതെല്ലാ മതത്തിനും ഒരേപോലെ ആപ്ലിക്കബിൾ ആക്കുക. അല്ലാതെ ഒരു മതത്തിന് മാത്രം ആപ്ലിക്കബിൾ, മറ്റു മതത്തിനൊക്കെ വോട്ട് ബാങ്ക് ഉള്ളത് കൊണ്ട് ചുരുങ്ങി 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 ബംഗാളിലും ഇല്ലാതെയായി. കെട്ടിവെച്ച പൈസ കിട്ടാൻ 10 ഇരട്ടി വോട്ട് കിട്ടിയാലും പറ്റാത്ത ലെവലിൽ ഡൽഹിയിൽ തൂത്തെറിയപ്പെട്ടു. എന്നിട്ടും ഓരോന്നിൻ്റെ ധാർഷ്ട്യവും രീതിയും അവൈലബിൾ പോളിറ്റ് ബ്യൂറോ മെമ്പേഴ്സ് എന്ന ഭയങ്കരമായ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ പാതിരാത്രിക്ക് ഇറങ്ങി റോട്ടിൽ നിന്നൊന്ന് കൂവണമെന്ന് തോന്നാറുണ്ട്. സംസ്കാരം അനുവദിക്കുന്നില്ല. പ്രണാമം, നമസ്കാരം.